നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കുംഭമേള വൈറൽ താരമായ മോണാലിസയുടെ വിവാഹം അതിപ്പോഴും വിവാദമായി തന്നെ തുടരുകയാണ്. പല പുതിയ വിവരങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നുണ്ട്. അതായത് മധ്യപ്രദേശുകാരിയായ മോണാലിസ മഹാരാഷ്ട്രക്കാരനായ ഫർമാൻ എന്ന മുസ്ലിം യുവാവുമൊത്ത് കേരളത്തിലേക്ക് വരുന്നു. കേരളത്തിൽ വെച്ചായിരുന്നു ഇവരുടെ വിവാഹം നടത്തിയത്. ഇവർ മന്ത്രി ശിവൻകുട്ടിയെ ആദ്യം ബന്ധപ്പെടുന്നു. അതിനുശേഷം മന്ത്രി ശിവൻകുട്ടിയും അതുപോലെ തന്നെ കേരളത്തിലെ CPIM-ൻ്റെ ജനറൽ സെക്രട്ടറി MP ഗോവിന്ദൻ, അതോടൊപ്പം രാജ്യസഭ MP A റഹീമും ഒരുമിച്ച് ഇവരുടെ വിവാഹം നടത്തിക്കൊടുക്കുകയായിരുന്നു. കേരളത്തിലെ തിരുവനന്തപുരത്തെ ഉള്ള ഒരു പ്രധാനപ്പെട്ട ക്ഷേത്രത്തിൽ വെച്ചാണ് ഇവരുടെ വിവാഹം നടന്നത്. അന്ന് തന്നെ ഇത് ലവ് ജിഹാദാണ് എന്ന ആരോപണം ഉയർന്നിരുന്നു. എന്നാൽ പിന്നീട് ഈ പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായിട്ടില്ലെന്നും മോണാലിസയ്ക്ക് 16-17 വയസ്സ് മാത്രമേ ആയിട്ടുള്ളൂ എന്ന പരാതി ഉയർന്നതോടുകൂടിയാണ് ഈ വിവാഹം നടത്തിക്കൊടുത്ത മന്ത്രിയും അതുപോലെ തന്നെ മറ്റ് രാജ്യസഭാ MP-യും പാർട്ടി സെക്രട്ടറിയും എല്ലാം കുടുങ്ങിപ്പോയത്. അതായത് ഈ പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായിരുന്നില്ല. പ്രായപൂർത്തിയാകാതെ ഇങ്ങനെയൊരു വിവാഹം നടത്തുന്നത് കുറ്റകൃത്യമാണ്. ഇങ്ങനെ വിവാഹം കഴിച്ച ഫർമാൻ പോക്സോ കേസിൽ പ്രതിയാകും. ഇതിന് എല്ലാവിധ സൗകര്യവും ചെയ്തു കൊടുത്തയാളുകളെയും പ്രതിയാക്കാനുള്ള എല്ലാ സാഹചര്യവുമുണ്ട്. കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇങ്ങനെയൊരു വിവാഹം നടന്നത്. തീർച്ചയായും ഇടതുമുന്നണിക്ക് ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത് മുസ്ലിം മതമൗലികവാദികളുടെ പിന്തുണ ഉറപ്പിക്കാനായിട്ടാണ് ഇങ്ങനെയൊരു വിവാഹത്തിന് ഈ LDF നേതാക്കന്മാർ കൂട്ടുനിന്നത്. പിന്നീട് പക്ഷേ മോണാലിസയ്ക്ക് പ്രായപൂർത്തിയായിട്ടില്ല എന്ന പരാതി വന്നതോടുകൂടി ഇവർ ആപ്പിലാവുകയായിരുന്നു. എന്നാൽ ഈ പരാതി മാതാപിതാക്കൾ കൂടി ഉന്നയിച്ചതോടുകൂടിയാണ് പ്രശ്നം കൂടുതൽ വഷളായത്. മോണാലിസയുടെ മാതാപിതാക്കൾ മധ്യപ്രദേശിലെ പോലീസ് അധികാരികൾക്ക് പരാതി കൊടുക്കുകയായിരുന്നു. തങ്ങളുടെ മകൾക്ക് പ്രായപൂർത്തിയായിട്ടില്ല, പ്രായപൂർത്തിയാകാത്ത തങ്ങളുടെ മകനെ മഹാരാഷ്ട്രക്കാരനായ ഫർമാൻ തട്ടിക്കൊണ്ടുപോയി കേരളത്തിൽ എവിടെയോ കൊണ്ടുപോയി വിവാഹം കഴിച്ചിരിക്കുന്നു, തങ്ങൾക്ക് തങ്ങളുടെ മകളെ തിരിച്ചു വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് അവർ പരാതി നൽകിയത്. തീർച്ചയായും മന്ത്രിയുടെ അടക്കം സാന്നിധ്യത്തിൽ നടന്ന വിവാഹം അതോടെ വലിയ വിവാദത്തിലാവുകയായിരുന്നു. ഇവർക്ക് പിന്നീട് ഊരാൻ കഴിയാത്ത സാഹചര്യമുണ്ടായി. പ്രതീക്ഷിച്ചതുപോലെ തന്നെ മധ്യപ്രദേശ് പോലീസ് ഈ പെൺകുട്ടിയെ ചോദ്യം ചെയ്യാനും ഫർമാനെ അറസ്റ്റ് ചെയ്യാനും ഒക്കെയായി കേരളത്തിലെത്തുന്നു. അവർ ഇപ്പോഴും കേരളത്തിൽ തുടരുകയാണ്. പെൺകുട്ടിയെ സംരക്ഷിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. തീർച്ചയായും നമുക്കറിയാം ഫർമാൻ സാധാരണക്കാരനായ ഒരു വ്യക്തിയല്ല, വലിയ സ്വാധീനമുള്ള വ്യക്തിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇവർക്ക് പിന്നിൽ ശക്തമായ ഒരു സംഘമുണ്ട്. ആ സംഘമാണ് കേരളത്തിൽ രാഷ്ട്രീയ സ്വാധീനം പോലും ചെലുത്തിക്കൊണ്ട് മന്ത്രിയെയും MP-യെയും അടക്കം ഈ വിവാഹത്തിലേക്ക് വലിച്ചിഴയ്ക്കുന്നതും പിന്നീട് ഈ വിവാഹം നടത്തി കൊടുക്കുന്നതുമെല്ലാം. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, മധ്യപ്രദേശ് പോലീസ് ഈ പെൺകുട്ടിയെ ചോദ്യം ചെയ്യാതെ, ഈ പെൺകുട്ടിയെ വിവാഹം കഴിച്ചയാളെ അറസ്റ്റ് ചെയ്യാതെ ഇവിടെ നിന്നും പോകില്ല എന്ന നിലപാടിലാണ്. എന്നാൽ കോടതി അടക്കം ഈ കേസിൽ ഇടപെട്ടിട്ടുണ്ട്, പെൺകുട്ടിയുടെ ചോദ്യം ചെയ്യൽ തടഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇത് എത്രത്തോളം സത്യമാണ് എന്നറിയില്ല. ഒരു കാര്യം ഉറപ്പാണ്, മധ്യപ്രദേശ് പോലീസ് ഇപ്പോഴും ഇവിടെ തുടരുകയാണ്. ഈ പെൺകുട്ടിയെയും അതുപോലെ തന്നെ ഫർമാനെയും ഒക്കെ സംരക്ഷിക്കുന്ന ആളുകൾക്ക് പോലീസ് ശക്തമായ താക്കീതും നൽകിയിട്ടുണ്ട്. ഉടൻ തന്നെ ചോദ്യം ചെയ്യലിന് പെൺകുട്ടിയെ ഹാജരാക്കണം, അല്ല എങ്കിൽ സ്ഥിതിഗതികൾ വഷളാകും. ഇങ്ങനെ സംരക്ഷിക്കുന്നവർക്കെതിരെ പോലും നിയമ നടപടികൾ എടുക്കേണ്ട സാഹചര്യം ഉണ്ടാകും എന്ന് പോലീസ് പറയുന്നുമുണ്ട്. ഇങ്ങനെ ഈ സാഹചര്യത്തിൽ പെൺകുട്ടിയും ഫർമാനും കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നു എന്ന വാർത്തയും വരുന്നുണ്ട്. അതായത് കേരള ഹൈക്കോടതിയെയും മധ്യപ്രദേശ് ഹൈക്കോടതിയെയും ഇതുമായി ബന്ധപ്പെട്ട് സമീപിക്കും എന്നാണ് ഇവരുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. പക്ഷേ അങ്ങനെ പോയാൽ ഇവർക്ക് ശക്തമായ അല്ലെങ്കിൽ കനത്ത തിരിച്ചടി ഉണ്ടാകും. പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായിട്ടില്ല എന്ന് മാതാപിതാക്കൾക്ക് തെളിയിക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായും കോടതിയിൽ നിന്ന് ശക്തമായ തിരിച്ചടി ഉണ്ടാകും. അങ്ങനെ കോടതിയിൽ സുരക്ഷ ആവശ്യപ്പെട്ടു പോയാൽ എന്താണ് സംഭവിക്കുക എന്ന് കഴിഞ്ഞ ദിവസം ഉത്തരാഖണ്ഡ് ഹൈക്കോടതി പുറപ്പെടുവിച്ച ഒരു വിധിയിൽ നിന്ന് വ്യക്തമാണ്. അതായത് ഈ കേസുമായി ബന്ധപ്പെട്ടല്ല, സമാനമായ മറ്റൊരു കേസിലാണ് ഉത്തരാഖണ്ഡ് ഹൈക്കോടതി ഒരു വിധി പറഞ്ഞിരിക്കുന്നത്. പെൺകുട്ടിക്ക് പ്രായപൂർത്തിയാകാത്ത, ഇവിടെ ഈ കേസിൽ പെൺകുട്ടിക്കും ആൺകുട്ടിക്കും ഒരു വിവാഹപ്രായം എത്തിയിട്ടില്ല. ആൺകുട്ടികൾക്ക് നമുക്കറിയാം 21 വയസ്സാണ് വിവാഹപ്രായം. അങ്ങനെ 21 വയസ്സ് കഴിഞ്ഞിട്ടില്ലാത്ത ഒരു ചെറുപ്പക്കാരൻ, എന്നാൽ അയാൾക്ക് പ്രായപൂർത്തിയായിട്ടുണ്ട്, പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായിട്ടില്ല. ഇവർക്ക് രണ്ടുപേർക്കും സംരക്ഷണം ആവശ്യപ്പെട്ട് ഇവർ ഉത്തരാഖണ്ഡ് ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. എന്നാൽ കോടതി വിശദമായി പരിശോധിച്ചതിന് ശേഷം പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായിട്ടില്ല എന്ന് കൃത്യമായി കണ്ടെത്തുകയായിരുന്നു.
ഉണ്ടായിരുന്നു. അതിനുശേഷം അവർ ചെയ്തത് പെൺകുട്ടിയെ ഈ വനിതാ ശിശുക്ഷേമ സമിതിയെ ഏൽപ്പിക്കുകയായിരുന്നു. അവിടെയുള്ള സർക്കാർ അധീനതയിലുള്ള നാരി നികേതനിലേക്ക് പെൺകുട്ടിയെ മാറ്റി. അതോടൊപ്പം തന്നെ ഈ ചെറുപ്പക്കാരനെ, ഈ പെൺകുട്ടിയെ വിവാഹം കഴിച്ച ചെറുപ്പക്കാരനെ കസ്റ്റഡിയിലെടുക്കാനും കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. അതായത് ഈ പെൺകുട്ടിയെ വിവാഹം കഴിച്ച ചെറുപ്പക്കാരൻ 8ൻ്റെ പണി കിട്ടുന്നു, സുരക്ഷ തേടി കോടതിയിലേക്ക് പോയതാണ്, അയാൾക്ക് 8ൻ്റെ പണി കിട്ടുന്നു, അയാൾക്കും വിവാഹപ്രായമായിട്ടില്ല, പക്ഷേ പ്രായപൂർത്തിയായിട്ടുണ്ട്, പെൺകുട്ടിയെ സർക്കാർ കേന്ദ്രത്തിലേക്ക് മാറ്റുകയും ചെയ്യുന്നു. ഇങ്ങനെയൊരു വിധിയാണ് ഉത്തരാഖണ്ഡ് കോടതിയിൽ നിന്നും കഴിഞ്ഞ ദിവസം വന്നത്. അതായത് ഈ കോടതി വിധി ഈ പറയുന്ന വൈറൽ താരത്തിനും ബാധകമാകുമോ എന്ന ഒരു ആശങ്കയിലാണ്. ഇവരെ സംരക്ഷിക്കുന്ന ആളുകൾ ഈ കോടതി വിധിയും പരിഗണിക്കുന്നുണ്ട് എന്നാണ് ലഭിക്കുന്ന സൂചന. അഥവാ കോടതിയെ സമീപിച്ചാൽ, ഹൈക്കോടതിയെ സമീപിച്ചാൽ ഇതേ വിധി തന്നെയായിരിക്കും ഇവർക്കും ഉണ്ടാവുക. മൊണാലിസയ്ക്ക് പ്രായപൂർത്തിയായിട്ടില്ല എന്ന് അച്ഛനും അമ്മയ്ക്കും തെളിയിക്കാൻ സാധിച്ചാൽ തീർച്ചയായും മൊണാലിസയെ സർക്കാർ കേന്ദ്രത്തിലേക്ക് മാറ്റാനും ഫർമാനെ കസ്റ്റഡിയിലെടുക്കാനുമുള്ള വിധിയുണ്ടാകും. ഫർമാൻ ഇനിയുള്ള കാലം ഉണ്ടതെന്ന് ജയിലിൽ കഴിയേണ്ടി വരും, പോക്സോ കേസിൽ പ്രതിയായി ജയിലിൽ കഴിയേണ്ടി വരും, ശിക്ഷ അനുഭവിക്കേണ്ടി വരും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ആ രീതിയിലേക്കാണ് ഈ കാര്യങ്ങളുടെ കിടപ്പ്. അതുകൊണ്ട് തന്നെ ഇതുവരെ പെൺകുട്ടിയെ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാക്കാനോ ഫർമാൻ സ്വയം ഹാജരാകാനോ ഒന്നും ഇതുവരെ പിടികൊടുക്കാത്ത ഒരവസ്ഥയിലാണ്. മാത്രമല്ല ഇവരെ സംരക്ഷിക്കാൻ ഒരു വലിയൊരു സംഘം പുറത്തുണ്ട്. ഇവരുടെ വിവാഹം നടത്തിക്കൊടുത്ത മന്ത്രിയും അതുപോലെ തന്നെ പാർട്ടി ജനറൽ സെക്രട്ടറിയും MP-യും എല്ലാം കൈയൊഴിഞ്ഞ ഒരു കേസിലാണ്. നമുക്കറിയാം കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു, മുസ്ലിം മതമൗലികവാദ സംഘടനകളെക്കുറിച്ചുള്ള ആവശ്യം അവർക്ക് കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഇപ്പോൾ അവരും കൈമലർത്തുകയാണ്. അത് നിയമപരമായ പ്രശ്നമാണ്, നിയമപരമായ പ്രശ്നം, അത് നിയമപരമായ പരിഹാരം ഉണ്ടാകും എന്നാണ് കഴിഞ്ഞ ദിവസം പാർട്ടി സെക്രട്ടറി പറഞ്ഞത്. എന്നാൽ തങ്ങൾ മുൻകൈയെടുത്ത് നടത്തിക്കൊടുത്ത ഒരു വിവാഹമാണ്, ഒരു സാധു പെൺകുട്ടിയാണ് ഈ വിവാഹത്തിന് ഇരയായത്, 16 വയസ്സുകാരിയാണ്, പ്രായപൂർത്തിയായി എന്ന് വ്യാജരേഖകൾ ചമച്ച് മന്ത്രിയടക്കം ബോധ്യപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തെറ്റ് മനസ്സിലാക്കി ആ പെൺകുട്ടിയെയും അതുപോലെ തന്നെ യുവാവിനെയും നിയമത്തിൻ്റെ വഴിയിലേക്ക് കൊണ്ടുവരുന്നതിന് പകരം കൈമലർത്തുകയാണ് ഈ മന്ത്രിമാർ ചെയ്യുന്നത് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും മൊണാലിസയും അതുപോലെ തന്നെ ഫർമാനും പിടിയിലായാൽ എന്താണ് ഉണ്ടാവുക എന്ന് ഇന്നലത്തെ ഉത്തരാഖണ്ഡ് ഹൈക്കോടതി വിധിയിൽ നിന്നും വ്യക്തമാണ്.